മാത്രമേ ഉള്ളൂ പൈസ ഇല്ല. പഞ്ഞിക്ക് മുഖവിക്ക് പഞ്ഞി, കഞ്ഞിക്ക് പഞ്ഞി, ചെവി പഞ്ഞി, എല്ലാത്തിനും കാശ്. എല്ലാവരും കാശ് കൊടുത്ത് അവര് മേടിച്ച് നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരാൾ മേടിച്ച് എന്നിട്ട് വീതം നമ്മൾ 10 പേർ ചെയ്ത് തന്നു. ഇപ്പം നമ്മൾ 10 പേരുണ്ടെങ്കിൽ ഒരാൾ എല്ലാം മേടിക്കുക. അതിൻ്റെ നൂല് വണ്ടി ഇവിടെ എല്ലാം കുട്ടമുണ്ട എല്ലാം സൂചി വരെ നമ്മൾ മേടിക്കണം. സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായത് തറക്കിടക്ക മാത്രമോ? ചികിത്സയുടെ ഭാരം ഇന്നും പാവപ്പെട്ടവരുടെ മേലാണ്. സർക്കാർ ആശുപത്രികൾ പലർക്കും വിശ്വാസവും ആശ്രയവുമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കണ്ണിന് മുന്നിൽ കിടക്കുന്ന യാഥാർത്ഥ്യം അതിൽ ഒരുപാട് ദൂരം പറയുന്നുണ്ട്. കിടക്ക സൗജന്യമാണ്, പക്ഷെ അതിനൊപ്പമുള്ള ചികിത്സയും മരുന്നുകളും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അവിടെ തറയ്ക്ക് മാത്രമേ ഉള്ളൂ പൈസ ഇല്ല. പഞ്ഞിക്ക് മുഖവിക്ക് പഞ്ഞി, കഞ്ഞിക്ക് പഞ്ഞി, ചെവി പഞ്ഞി, എല്ലാത്തിനും കാശ്. എല്ലാവരും കാശ് കൊടുത്ത് അവര് മേടിച്ച് നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരാൾ മേടിച്ച് എന്നിട്ട് വീതം നമ്മൾ 10 പേർ ചെയ്ത് തന്നു. ഇപ്പം നമ്മൾ 10 പേരുണ്ടെങ്കിൽ ഒരാൾ എല്ലാം മേടിക്കുക. അതിൻ്റെ നൂല് വണ്ടി ഇവിടെ എല്ലാം കുട്ടമുണ്ട എല്ലാം സൂചി വരെ നമ്മൾ മേടിക്കണം. ഒരു രോഗി പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ഒരു പഞ്ഞി പോലും സൗജന്യമായി കിട്ടുന്നില്ല. സിറിഞ്ച് മുതൽ ഡെറ്റോൾ വരെയും മരുന്ന് മുതൽ പ്ലാസ്റ്റിക് ഗ്ലൗസ് വരെയും എല്ലാം രോഗിക്കും കുടുംബത്തിനും പുറത്തിറങ്ങി വാങ്ങേണ്ടി വരുന്നു. പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ തിമിര ശസ്ത്രക്രിയ ചെയ്യാൻ പോയ വൃദ്ധ മാതാവിന്റെ വാക്കുകൾ. തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 10 പേര് അന്നത്തെ ഓപ്പറേഷനുള്ള ചിലവുകൾ പങ്കിട്ടെടുക്കണമെന്ന്. ഒരാഴ്ച ചെന്നിട്ട് നടന്നില്ല, തിരിച്ച് വീട്ടിൽ വന്നു. ഇത് ഞാൻ മൊത്തത്തോടെ മടിച്ച് കുട്ടി ഇത് നിറങ്ങിയാലും പോകുന്നില്ല. പിന്നെ അവർ വിളിച്ചു. ഓപ്പറേഷൻ പുനലൂരല്ലേ നടത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ? അതിന് പൈസയായോ? പിന്നെ അവിടെ തറയ്ക്ക് മാത്രമേ ഉള്ളൂ പൈസ ഇല്ല. പഞ്ഞിക്ക് മുഖവിക്ക് പഞ്ഞി, കഞ്ഞിക്ക് പഞ്ഞി, ചെവി പഞ്ഞി, എല്ലാത്തിനും കാശ്. എല്ലാവരും കാശ് കൊടുത്ത് അവര് മേടിച്ച് നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരാൾ മേടിച്ച് എന്നിട്ട് വീതം നമ്മൾ 10 പേർ ചെയ്ത് തന്നു. ഇപ്പം നമ്മൾ 10 പേരുണ്ടെങ്കിൽ ഒരാൾ എല്ലാം മേടിക്കുക. അതിൻ്റെ നൂല് വണ്ടി ഇവിടെ എല്ലാം കുട്ടമുണ്ട എല്ലാം സൂചി വരെ നമ്മൾ മേടിക്കണം. എടുത്ത് കൊടുത്തിട്ട് നമ്മൾ വരാൻ സമയമല്ല, അതിൻ്റെ പിറ്റേ ദിവസം അവർ പറയും ഇത്ര രൂപയായി. അത് നമ്മൾ എല്ലാവരും വീതം ഇട്ട് കൊടുക്കണം, പിരിവിട്ട് കൊടുക്കണം. ഈ ഓപ്പറേഷൻ ചെയ്ത് എല്ലാവരും എല്ലാവരും അങ്ങനെ അവർ പറയുന്നത്. അവിടെ ഒരു എഴുതി ഒരു നേഴ്സിൻ്റായി കൊടുക്കും. അപ്പൊ ഈ ചെന്ന് കിടക്കുന്ന തറവാടക മാത്രമേ കട്ടനും പൈസ കൊടുക്കണം. നമ്മൾ മറ്റേ കാണുന്നത് ബാക്കി എല്ലാത്തിനും മോനെ ഒരു കോപ്പി എടുക്കുന്നതിന് പൈസ ഒരു കുപ്പി ചോര ഊറ്റി ചോര ഇല്ല, അതിനും പൈസ എല്ലാം പൈസ. ചീത്തക്കാത്തെന്ന് പറയുന്നു. അത് പുതുക്കി കൊടുത്തിട്ട് അത് എനിക്ക് പൈസ ചോറെല്ലാം ഉണ്ട്. എനിക്ക് ഞാൻ മക്കളെ ഒരു 10-20 രൂപ ഒന്നിച്ച് വേണ്ടിയത് ഇതൊരു കാറ്റ് പുതുക്കിയില്ലേ എനിക്ക് പോരേനെ പറഞ്ഞു വിട്ടു. അവർക്ക് 10 മേടിച്ചാൽ 5 മേടിച്ചാൽ. അപ്പോൾ വേറെ എന്തോ ക്ഷമയുണ്ട്. ക്ഷമയാണ്ട് എനിക്ക് നടന്നില്ലായിരുന്നു ഓപ്പറേഷൻ. 2 ആഴ്ച പോയിട്ട് ക്ഷമിച്ചാൽ നടക്കൂല. അതൊന്ന് തിരിച്ച് വിട്ട് അങ്ങനെ ഒരു കുപ്പി മരുന്ന് മേടിച്ചു. ചീത്ത ബുക്ക് കൊടുത്തു. അപ്പം ഞാൻ എത്ര രൂപയായി മക്കളെന്ന് ചോദിച്ചു. വീട്ടിൽ തന്നാ ഇല്ല, അണിഞ്ഞേക്കാം മോനെ. വരാൻ സമയമായപ്പോൾ ഞാൻ കുറച്ച് കൂടി ഇവിടെ മേടിക്കാൻ പറഞ്ഞു. എന്തായാലും നമ്മളെ ചീത്ത ബുക്ക് ഇരിക്കുമല്ലേ. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, മക്കളെ ഓഫീസിൻ്റെ അകത്തുണ്ട് പിള്ളേരുണ്ട്. ഞാൻ ചോദിച്ചു, മക്കളെ ചീത്ത കയറി ഞങ്ങൾ സുഖമില്ലാത്തിനാണ് മറ്റേ പൈസ ഇടുന്നത്. ഇതിൽ എത്ര രൂപ എടുത്ത് എന്നായിരുന്നു ഓപ്പറേഷൻ? കഴിഞ്ഞ ആഴ്ച ഇതിനിടയ്ക്ക് പോയായിരുന്നോ? ഞാൻ പോയില്ല, വിളിച്ചില്ല. ഇപ്പം വീട്ടില് ഹോസ്പിറ്റലല്ല, ഇനി വീട്ടിൽ പോകണം. ഇനി വീട്ടിൽ പോയി അവരെല്ലാം ചെയ്ത് പെണ്ണുള്ള. അപ്പൊ അവര് വീട്ടിൽ ചെന്ന് കണ്ണെല്ലാം നോക്കി കണ്ണാടി അതിന് പൈസ കൊടുക്കണം. കണ്ണാടിക്ക് 12 തരണ്ട്. ഇത് നമ്മള് സ്വന്തമായിട്ട് ഓർഡർ എടുത്ത് വെച്ച് വെച്ചേക്കുക. നമ്മള് ഇറങ്ങി വരുമ്പേ പഞ്ചായത്ത് വെച്ച് അടച്ചു വെച്ചേക്കില്ലേ. അവിടെ ചെല്ലുമ്പോ അവർക്ക് പൈസ കൊടുക്കണമെന്ന് എല്ലാരും പറയുന്നത്. എല്ലാരും എന്റെ മരുമോനും കൊടുത്ത അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ വീട്ടിൽ ചെല്ലണമെന്ന് പറയുന്നത്. പോയിട്ട് വെച്ചിട്ട് മെനക്കെട്ട് ഒരു 5 വരെ മണ്ടേ കയറണം. 5 മണ്ടേ കയറണം. അവരെപ്പോഴും കാണുന്നത് അവർ താഴെ ഓഫീസ് റൂമിൽ തമ്മിലുള്ള വരി തീർന്നിട്ട് ഏത് സമയമാവും. 9 മണിക്ക് തുടങ്ങിയ അവർക്ക് കണ്ണ് നോക്കുന്നവർക്കുള്ള ഒരു 12 മണി വരെ തീരത്തില്ല. നമ്പർ കണക്കിനാണ് വിളിക്കുന്നത്. അപ്പൊ എപ്പം തീരും നമ്മളൊക്കെ എപ്പോൾ നമ്മളെ കാണും. പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്ഥാപനമാണ് താലൂക്ക് ഹോസ്പിറ്റൽ. അവിടെ കാശ് കൊടുക്കാതെ മോനെ മെഡിക്കൽ കളയിലും അങ്ങനെ തന്നെ. മെഡിക്കൽ വണ്ടി വിടുന്നതിന് മാത്രമുള്ള ഒരു കാശ് എടുക്കുന്ന അത് അറിഞ്ഞുകൂടാ. മെഡിക്കൽ കളയിൽ നിന്ന് കൊണ്ടുവന്നൊരു വണ്ടി പറഞ്ഞു വിടുമെങ്കിൽ അവർ എടുക്കുന്ന വെച്ചാൽ നമ്മൾ ചോദിച്ചിട്ടില്ല, നമ്മളാരും കൊടുത്തിട്ടില്ല. ഇനി അത് ഇവരെ നിന്ന് മേടിക്കുമെന്തോ അത് അറിഞ്ഞുകൂടാ. അത് മാത്രം പൈസ ഇല്ല. ബാക്കി ആ തരയ്ക്ക് ഈ തരയ്ക്ക് പൈസ കൊടുക്കണം. നമ്മൾ ചാക്കാ തുണി വെച്ച് കിടന്നാൽ മതി. തറവാടക മാത്രം ഇല്ല.
പത്തലെന്തോ ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രി നമ്മൾ ചെന്ന് കയറുമ്പോ കിടത്തിക്കൊണ്ട് 10 രൂപ ചോരയും കിടക്കും. പിന്നെ അവിടെ കൊടുത്ത് അവിടെ രൂപ, അവിടെ 1500, ഇവിടെ 200, ഇവിടെ 300, പിന്നെ 100 പേപ്പറാണ്. നമ്മുടെ അവസാനം എഴുതിക്കാൻ കാര്യം കൊണ്ട് എഴുതിക്കാൻ ഒക്കത്തുമില്ല. നമുക്ക് വേദന മാറത്തില്ല. സൗജന്യ ചികിത്സ ഒരു സ്വപ്നമായി പോകുമ്പോൾ ചില സർക്കാർ ആശുപത്രികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നഴ്സുമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും വലിയൊരു വിഭാഗം മുഴുവൻ മനസ്സോടെ സേവനം നൽകുന്നവരായിരിക്കുമ്പോഴും ചിലർക്ക് ഇത് ഒരു രീതിയിലും ആവശ്യമില്ലെന്നത് വേദനാജനകമാണ്. ആരോഗ്യം എല്ലാവർക്കുമുള്ള അവകാശമാണെന്ന് ഭരണഘടന പറയും. പക്ഷേ അവകാശം ഒരു ആഡംബരമായി മാറുമ്പോൾ അതിന് ചോദ്യചിഹ്നം ചേർക്കേണ്ടത് മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും കടമയാകുന്നു. കാരണം ആരോഗ്യ മേഖലയിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ ഒരുപാടുണ്ട്. അവർക്കുള്ള പരിമിതികളും ഏറെയാണ്. ഈ ആരോഗ്യ മേഖല എന്ന് പുഷ്ടിപ്പെടും? ചികിത്സ സൗജന്യമാണെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പാവപ്പെട്ടവർ എന്തൊക്കെ തന്നാലാവും എന്നുകൂടി ചിന്തിക്കണം. ഈ പാവപ്പെട്ട രോഗി കിടക്കുന്ന തറയ്ക്ക് താഴെ എന്ത് നീതി? വള്ളിക്കാല സ്ട്രീം സ്റ്റുഡിയോ, കുളത്തുപുഴ.